ഹായ് ആൾ, ഗുഡ് ഈവനിങ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് BPC 143 എൻവയോൺമെന്റൽ സൈക്കോളജി ആണ് പ്രീ റിവിഷൻ ക്ലാസ്. ഒത്തിരി പേർക്ക് പേപ്പർ പോയിട്ടുള്ളതും ഒത്തിരി ടഫ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റും കൂടിയാണ് എൻവയോൺമെന്റൽ സൈക്കോളജി. ഒന്നാമത് പഠിച്ചങ്ങ് ഫലിപ്പിക്കാനും എഴുതി അങ്ങ് എന്താ പറയാ ഫലിപ്പിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമായിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്ക് ആകെ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് നാലാമത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾ എഴുതാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് ഓരോ ചാപ്റ്ററിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. 100 മാർക്കിനാണ് വരുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ആണ് എൻവയോൺമെന്റൽ സൈക്കോളജി. നമ്മൾ ഫ്രീ ക്ലാസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. സോ അത് ഓൾറെഡി നമ്മൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ആഡ് ചെയ്തുതരാം. Explain the characteristics, feature and recent trends of environmental psychology. Describe the research method used in environmental psychology. എന്താണ് environmental psychology എന്ന് എഴുതാം. ക്യാരക്ടറിസ്റ്റിക്സും ഫീച്ചേഴ്സും ട്രെൻഡ്സും എഴുതിയാൽ 12 മാർക്കും റിസർച്ച് മെത്തേഡ് എഴുതിയാൽ 8 മാർക്കും. 2 ക്വസ്റ്റ്യൻ ആയിട്ടാണ്. 2022 ഡിസംബറിലാണ്. ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിന് 12 മാർക്ക്, അതുപോലെ തന്നെ റീസെന്റ് ട്രെൻഡ്സിന് കൂടി 12 മാർക്ക്. ഇത് രണ്ടും കൂടിയാണ് 12. അപ്പൊ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഒരു 6 മാർക്കിനും റീസെന്റ് ട്രെൻഡ്സ് ഒരു 6 മാർക്കിനും എഴുതാം. പിന്നെ റിസർച്ച് മെത്തേഡ് ഒരു 8 മാർക്കിനും കണക്കാക്കി എഴുതും. What is architectural psychology? Discuss the significance of entrance in architecture. Architectural psychology എന്താണ് എഴുതിയാൽ 5 മാർക്കും, സിഗ്നിഫിക്കൻസ് ഓഫ് എൻട്രൻസ് ഇൻ ആർക്കിടെക്ചർ 15 മാർക്കിനാണ്. ഇനി എക്സ്പ്ലെയിൻ ദ സ്കോപ്പ് ആൻഡ് സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് എൻവയോൺമെന്റൽ സൈക്കോളജി. സ്കോപ്പും സാലിയന്റ് ഫീച്ചേഴ്സും എഴുതിയാൽ 10 മാർക്കും. റിലേഷൻഷിപ്പ് വിത്ത് അതർ ഡിസിപ്ലിൻസ്, അതായത് എൻവയോൺമെന്റൽ സൈക്കോളജിക്ക് മറ്റ് ഫീൽഡുമായിട്ടുള്ള റിലേഷൻഷിപ്സ് പറഞ്ഞാല് 10 മാർക്കുമാണ് കിട്ടുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് ചാപ്റ്റർ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ചാപ്റ്ററിന് ഇമ്പോർട്ടന്റ് അല്ലെങ്കിലും നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ കാണാം കേട്ടോ. കാരണം ആ ഒരു സബ്ജക്ട് എന്താണെന്ന് കൂടുതൽ അറിയാൻ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ ഉപകാരപ്പെടും. അപ്പൊ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സാലിയന്റ് ഫീച്ചേഴ്സ് ചോദിച്ചിട്ടുണ്ട്. ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആയാലും സാലിയന്റ് ഫീച്ചേഴ്സ് ആയാലും ഒക്കെ സെയിം ആണ്. റീസൺ ട്രെൻഡ് ചോദിച്ചിട്ടുണ്ട്, ആർക്കിടെക്ചറൽ സൈക്കോളജി ചോദിച്ചിട്ടുണ്ട്, സ്കോപ്പ് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ എൻവയോൺമെന്റൽ സൈക്കോളജിക്ക് മറ്റു ഡിസിപ്ലിൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. ഒറ്റ സെക്കൻഡ്. ഇനി സെക്കൻഡ് യൂണിറ്റ് ആണ് ഹ്യൂമൻ ആൻഡ് എൻവിറോൺമെന്റൽ ട്രാൻസാക്ഷൻ. അവിടെ 10 മാർക്കിന് എന്താ ചോദിച്ചുള്ളത്? പ്ലേസ് അറ്റാച്ച്മെന്റ് യൂണിറ്റ് 2 പ്ലേസ് അറ്റാച്ച്മെന്റ് ആയിട്ട് ചോദിച്ചുള്ളത്. പിന്നെ പേഴ്സണൽ സ്പേസ് യൂണിറ്റ് 5 ഇപ്പൊ പ്ലേസ് അറ്റാച്ച്മെന്റ് 10 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. അത് 2022 ജൂണിലാട്ടോ, ഡിസംബറിൽ. ഇനി ഡെലിനിയേറ്റ് ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ടെറിഷറിയാലിറ്റി. ടെറിഷറിയാലിറ്റിയുടെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതാണ്? ഡിസ്കസ് ടെറിട്ടോറിയൽ ബിഹേവിയർ സൈറ്റിംഗ് റിസർച്ച്. അപ്പൊ ടെറിട്ടോറിയൽ ബിഹേവിയർ എന്താണെന്ന് റിസർച്ച് എവിഡൻസിന്റെ ആധാരത്തിൽ എഴുതാൻ. അതായത് ടെറിട്ടോറിയൽ ബിഹേവിയർ എന്നൊന്നും ചുമ്മാ എഴുതാനല്ല, റിസർച്ചിന്റെ ആധാരത്തിൽ ടെറിട്ടോറിയൽ ബിഹേവിയർ എന്താന്ന് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ചാപ്റ്റർ തിയറീസ് ഓഫ് എൻവയോൺമെന്റൽ ബിഹേവിയർ റിലേഷൻഷിപ്പ് ആണ്. അതിൽ നോക്കിയേ, ഡിസ്കസ് ദ നേച്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് എൻവയോൺമെന്റ് ബിഹേവിയർ റിലേഷൻഷിപ്പ്. എൻവയോൺമെന്റും ബിഹേവിയറും തമ്മിലുള്ള റിലേഷൻ, ഒരു ആളുടെ എൻവയോൺമെന്റും ആളുടെ ബിഹേവിയറും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. എക്സ്പ്ലെയിൻ ദ എൻവയോൺമെന്റൽ സ്ട്രെസ് തിയറി. എൻവയോൺമെന്റൽ സ്ട്രെസ് തിയറി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഈ എൻവയോൺമെന്റ് ബിഹേവിയർ റിലേഷൻഷിപ്പിനെ ആധാരമാക്കിയിട്ട് എൻവയോൺമെന്റൽ സ്ട്രെസ് തിയറി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടിനും 10 മാർക്ക് വെച്ചിട്ടാട്ടോ. ഇനി എക്സ്പ്ലെയിൻ ബിഹേവിയർ കൺസ്ട്രെയിന്റ് തിയറീസ് ആൻഡ് അഡാപ്ഷൻ ലെവൽ തിയറീസ് എൻവയോൺമെന്റൽ ബിഹേവിയർ റിലേഷൻഷിപ്പ്. നോക്കിയേ, ബിഹേവിയറൽ കൺസ്ട്രെയിന്റ് തിയറീസും അഡാപ്ഷൻ ലെവൽ തിയറീസും രണ്ടും എഴുതാൻ പറയുന്നുണ്ട്. ബിഹേവിയറൽ കൺസ്ട്രെയിന്റ് തിയറീസിന് 10 മാർക്കും അഡാപ്ഷൻ ലെവൽ തിയറിക്ക് 10 മാർക്കുമാണ് ഉണ്ടാവുക. ഇത്രയുമാണ് തേർഡ് യൂണിറ്റിലുള്ള ക്വസ്റ്റ്യൻസ്. ഇനി കമ്മിങ് ബാക്ക് ടു ഫോർത്ത് യൂണിറ്റ്, കോഗ്നിറ്റീവ് മാപ്പിംഗ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് 6 മാർക്കിന്. എക്സ്പ്ലെയിൻ ദ മെത്തേഡ് ഓഫ് സ്റ്റഡിങ് കോഗ്നിറ്റീവ് മാപ്പിംഗ്. കോഗ്നിറ്റീവ് മാപ്പിംഗ് പഠിക്കാനുള്ള മെത്തേഡ്സ് ചോദിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, എലിസിഡേറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേ ഫൈൻഡിങ്. വഴി കണ്ടെത്തുക. ഡിസ്ക്രൈബ് ദ കണ്ടംപററി എക്യുപ്മെന്റ് യൂസ്ഡ് ഇൻ വേ ഫൈൻഡിങ്. വേ ഫൈൻഡിങ്ങിൽ വഴി കണ്ടെത്താൻ കണ്ടംപററി ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്.
Elucidate the characteristics of environmental perception. Discuss the different perspective on the development of environmental perception. Environmental perception സ്വഭാവം എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സ് ഓൺ എൻവയോൺമെന്റൽ പെർസെപ്ഷൻ. അതായത് എൻവയോൺമെന്റൽ പെർസെപ്ഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള കുറച്ച് പെർസ്പെക്റ്റീവ്സ് ചോദിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ്. അപ്പൊ എൻവയോൺമെന്റൽ പെർസെപ്ഷന് 10 മാർക്ക്. എൻവയോൺമെന്റൽ പെർസെപ്ഷൻ ഒരാളിൽ ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പല പല പെർസ്പെക്റ്റീവ്സിന് 10 മാർക്ക്. ഏതൊക്കെയാണ്? 10 മാർക്ക്. Coming back to 5th chapter, ടെറിഷറിയാലിറ്റി, പേഴ്സണൽ സ്പേസ് ആൻഡ് കമ്മ്യൂണിറ്റി ഡിസൈൻ ആണ്. അപ്പൊ ടെറിഷറിയാലിറ്റി എന്താണ്, കമ്മ്യൂണിറ്റി ഡിസൈൻ എന്താണ്, അവിടെ റിസർച്ച് എവിഡൻസസ്, അത് ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ടെറിഷറിയൽ ബിഹേവിയറിന്റെ റിസർച്ച് എവിഡൻസ് വെച്ചിട്ട് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ടെറിഷറിയാലിറ്റി എന്താണ്, എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് ഓഫ് ടെറിഷറിയാലിറ്റി. അപ്പൊ ടെറിഷറിയാലിറ്റി ഒരു എന്താ ടെറിട്ടറി ആക്കി തിരിക്കുക. ഈവൻ എന്ന മൃഗങ്ങൾക്ക് പോലും ടെറിട്ടറി ഉണ്ട്. അപ്പൊ ടെറിട്ടറി ആക്കി തിരിക്കുന്നതിന്റെ കാര്യമാണ് 5ാമത്തെ ചാപ്റ്ററിൽ. അപ്പൊ അതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി എൻവയോൺമെന്റ് ആൻഡ് ഹെൽത്തിൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ്. എക്സാമിൻ എൻവയോൺമെന്റൽ സ്ട്രെസ്സർ ദാറ്റ് ഇൻഫ്ലുവൻസ് വെൽബീയിങ്. നമ്മുടെ വെൽബീയിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എൻവയോൺമെന്റൽ സ്ട്രെസ്സർ എന്താണ്. ഡിസ്കസ് ദ ഏരിയ ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു എൻവയോൺമെന്റൽ ഹെൽത്ത്. ഇനി 7ാമത്തെ ചാപ്റ്റർ ഡിസാസ്റ്റർ, ടോക്സിക് ഹസാർഡ്സ്, പൊല്യൂഷൻ ആണ്. എക്സ്പ്ലെയിൻ ദ റോൾ ആൻഡ് ഫംഗ്ഷൻ ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഏജൻസീസ് ഇൻ ഇന്ത്യ. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഏജൻസീസിന്റെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഇന്ത്യയിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഏജൻസിയുടെ റോള്. ഫസ്റ്റ് ഇയറിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന സബ്ജക്ട് പഠിച്ചവർക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ആൻസർ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഇനി ഡെലിനേറ്റ് ദ കാറ്റഗറീസ് ആൻഡ് കോഴ്സസ് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റർ. നാച്ചുറൽ ഡിസാസ്റ്ററിന്റെ കാറ്റഗറീസും ചോദിച്ചിട്ടുണ്ട്, കോഴ്സസ് കാരണങ്ങളും ചോദിച്ചിട്ടുണ്ട്. ഡിസ്ക്രൈബ്സ് ദ എഫക്ട് ഓഫ് ടെക്നോളജിക്കൽ ഡിസാസ്റ്റർ. ടെക്നോളജിക്കൽ ഡിസാസ്റ്റർ നമ്മൾ എങ്ങനെ എഫക്ട് ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ട്. Coming to 8th chapter, discuss the legislative measures and schemas for the sustainabilities of cities. Cities sustainable, അതായത് നിലനിന്ന് പോവാൻ ഉപയോഗിക്കുന്ന ലെജിസ്ലേറ്റീവ് മെഷേഴ്സ് ഏതൊക്കെയാണ്, സ്കീംസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചുള്ളത്. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് പോപ്പുലേഷൻ ഡെൻസിറ്റി. ജനസംഖ്യാ സാന്ദ്രത എന്ന് പറയും. ഡിസ്കസ് ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പോപ്പുലേഷൻ ഡെൻസിറ്റി. ഇനി എക്സ്പ്ലെയിൻ ദ ഗ്രോത്ത് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്ലംസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എന്തുകൊണ്ട് ഈ ചേരി പ്രദേശങ്ങൾ ഗ്രോ ചെയ്യുന്നു, ചേരി പ്രദേശങ്ങളുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്. ഗിവ് ആൻ ഓവർവ്യൂ ഓഫ് ദ എൻവയോൺമെന്റ് സ്കീമാസ് ഫോർ സസ്റ്റൈനബിലിറ്റി ഓഫ് സിറ്റീസ്. സിറ്റീസിന്റെ സസ്റ്റൈനബിലിറ്റി വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് കമ്മിങ് ടു 9th chapter, explain the difference between representational and responsive meaning in architecture. Architecture-le representational meaning endana, responsive meaning endana. What are the key perspectives to be considered while designing the entrance? ഒരു entrance design ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ആർക്കിടെക്ചറിൽ ഒരു entrance design ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. Discuss the effect of architecture and designs on the patients of mental health. Mental health patients in architecture design എങ്ങനെ എഫക്ട് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ട്. Coming to 10th chapter, global warming and climate change ആണ്. What are the causes and consequences of global warming? Global warming ന്റെ കാരണങ്ങൾ എന്താണ്, global warming കൊണ്ടുള്ള consequences എന്താണ്. Discuss the debate about global warming and climate change. Write a short note on the following about 200 words ആണ്. അതിൽ ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ക്ലൈമാറ്റിക് ചേഞ്ച് 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഡിസാസ്റ്റർ റെസിലിയൻസ്, അത് 7ാമത്തെ ചാപ്റ്ററിൽ വരുന്ന കേട്ടോ, ഡിസാസ്റ്റർ റെസിലിയൻസ്. ഇനി ലാസ്റ്റ് ചാപ്റ്റർ 11ാമത്തെ ചാപ്റ്റർ ആണ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് പ്രോ എൻവയോൺമെന്റൽ ബിഹേവിയർ ആണ്. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്ഷൻ. ക്ലൈമറ്റ് ചേഞ്ചിനോടുള്ള അഡാപ്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് കോൺസെപ്റ്റ് ചെയ്താൽ പറഞ്ഞിട്ടുണ്ട്. ഡിസ്കസ് ദ ഇമ്പാക്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ഓൺ മെന്റൽ ഹെൽത്ത്. നമ്മളെ പ്രകൃതിയിൽ ഉണ്ടാവുന്ന കാലാവസ്ഥ വ്യതിയാനം ഒരാളുടെ മെന്റൽ ഹെൽത്തിനെ എങ്ങനെ ബാധിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എൻവയോൺമെന്റൽ ആറ്റിറ്റ്യൂഡ് ആൻഡ് എൻവയോൺമെന്റൽ ബിഹേവിയർ. എൻവയോൺമെന്റൽ ആറ്റിറ്റ്യൂഡ് എന്താണ്, എൻവയോൺമെന്റൽ ബിഹേവിയർ എന്താണ്. Explain the relevant theories related to pro-environmental behavior. Pro-environmental behavior, അത് പ്രകൃതിക്ക് എതിരായിട്ട് നിൽക്കുന്ന ബിഹേവിയർ എടുക്കാൻ കാരണമായിട്ടുള്ള കുറച്ച് തിയറീസ് ഏതൊക്കെയാണ്, അത് 14 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ പറഞ്ഞേ. ഇവിടെ ഒരൊറ്റ പ്രശ്നമുള്ളത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഇല്ല.
ഓരോ ചാപ്റ്ററിലും ഓരോ വട്ടവും വളരെ എന്താ ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാന്ന് മനസ്സിലായോ? ഓക്കെ. അപ്പം എന്താണ് എൻവയോൺമെന്റൽ സൈക്കോളജി എന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. ഗിൽഫോർഡ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എൻവയോൺമെന്റൽ സൈക്കോളജി ആസ് എ സ്റ്റഡി ഓഫ് ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് ദർ ഫിസിക്കൽ സെറ്റിംഗ്. ഇൻ ദീസ് ട്രാൻസാക്ഷൻ ഇൻഡിവിജ്വൽസ് ചേഞ്ച് ദിയർ എൻവയോൺമെന്റ് ആൻഡ് ദർ ബിഹേവിയർ ആൻഡ് എക്സ്പീരിയൻസ് ആർ ചേഞ്ച് ബൈ ദർ എൻവയോൺമെന്റ്. അതായത് ഒരു ട്രാൻസാക്ഷൻ ആണ്. അതായത് എൻവയോൺമെന്റ് അവരുടെ ബിഹേവിയറിനെ ബാധിക്കുന്നുണ്ട്, ബിഹേവിയർ എൻവയോൺമെന്റിനെയും ബാധിക്കുന്നുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാൻസാക്ഷനെ സയന്റിഫിക്കലി പഠിക്കുന്ന വിഭാഗമാണ് എൻവയോൺമെന്റൽ സൈക്കോളജി. ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ ആൻഡ് ദിയർ ഫിസിക്കൽ സെറ്റിംഗ്സ്. ഒരു ഇൻഡിവിജ്വൽ അയാളുടെ ഫിസിക്കൽ സെറ്റിംഗ്സിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഫിസിക്കൽ സെറ്റിംഗ്സ് എങ്ങനെ ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മള് എന്താ പറയുക സയന്റിഫിക്കലി പഠിക്കുന്നതാണ്. സാലിയന്റ് ഫീച്ചേഴ്സ് ചോദിക്കുന്നുണ്ട്, ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതൊക്കെ നമ്മൾ ഫ്രീ ക്ലാസ്സിലുണ്ട്. സോ ആ ക്ലാസ് ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഫസ്റ്റ് ചാപ്റ്ററിന് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും എക്സ്പെക്റ്റഡ് ആയിട്ടിരിക്കും കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിട്ടുണ്ട്, പേഴ്സണൽ സ്പേസ്, ടെറിഷറിയാലിറ്റി ആൻഡ് ക്രൗഡിങ്. ഇതിൽ പേഴ്സണൽ സ്പേസ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ചാപ്റ്ററിൽ ഐ ഗസ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പേഴ്സണൽ സ്പേസ്. 10 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പേഴ്സണൽ സ്പേസ് എന്താണെന്നുള്ളത്. അത് റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വരുന്നുണ്ട്, യൂണിറ്റ് 5 വരുന്നുണ്ട്. അപ്പൊ ഞാൻ പേഴ്സണൽ സ്പേസ് എന്താന്ന് പറഞ്ഞുതരാം. പേഴ്സണൽ സ്പേസ് ഇസ് ദ ഇമ്മീഡിയറ്റ് സറൗണ്ടിങ് ഓഫ് സമൺ. ഇമ്മീഡിയറ്റ് സറൗണ്ടിങ് തൊട്ട് ഇപ്പൊ ഇതെന്റെ കൺസൾട്ടിംഗ് റൂമാണ്, ഇതിന്റെ ഒരു പേഴ്സണൽ സ്പേസ് ആണ്. അവിടെ എൻക്രോച്ച്മെന്റ് ഓഫ് വിച്ച് ക്യാൻ മേക്ക് വൺ ഫീൽ ത്രെറ്റൻഡ് ഓർ അൺകംഫർട്ടബിൾ. അതായത് ഇതിങ്ങനെ ഇവിടുന്ന് ആരെങ്കിലും അതിക്രമിച്ച് കയറി കഴിഞ്ഞാൽ എനിക്ക് ത്രെട്ടൻ ചെയ്ത പോലെ അൺകംഫർട്ടബിൾ ആയി, എന്റെ സമ്മതം കൂടാതെ ഈ റൂമിലേക്ക് ആരെങ്കിലും കയറി വന്നാൽ എനിക്കത് ത്രെട്ടൻ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. അതായത് ഇമ്മീഡിയറ്റ് സറൗണ്ടിങ് ഓഫ് സമ്മൺ ആണ്. ദ ഇൻവാഷൻ ഓഫ് പേഴ്സണൽ സ്പേസ്, അതായത് പേഴ്സണൽ സ്പേസിലേക്ക് ആരെങ്കിലും കടന്നു കയറിയാൽ ബൈ അൺവാണ്ടഡ് അതേഴ്സ് ലീഡ് ടു ജനറൽ ടെൻഡൻസി ഓഫ് വിഡ്രോവൽ ആൻഡ് ഡിസ്കംഫർട്ട്. അതായത് നമ്മൾ അനുവാദം കൂടാതെ അവിടേക്ക് ആരെങ്കിലും കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മളെ ഒന്ന് വിഡ്രോ ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്കംഫർട്ട് ആക്കുന്നുണ്ട്. Personal space is not fixed and stable, but it changes considerably depending upon the context, interacting persons and circumstances. Personal space മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ അഫാസ് വെൽനസിൽ ഇരിക്കുന്ന സമയത്ത് എന്റെ ഈ കൺസൾട്ടിംഗ് റൂമാണ് എന്റെ പേഴ്സണൽ സ്പേസ്. നേരെ മറിച്ച് എന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്റെ ബെഡ്റൂം ആണ് എന്റെ പേഴ്സണൽ സ്പേസ്. അതായത് ആളുകൾക്കനുസരിച്ചും സർക്കംസ്റ്റൻസിനനുസരിച്ചും ഓരോരുത്തരുടെയും പേഴ്സണൽ സ്പേസ് മാറിക്കൊണ്ടിരിക്കും. ഒരു ക്ലാസ് റൂമിലാണെങ്കിൽ അയാൾ ഇരിക്കുന്ന ബെഞ്ചായിരിക്കും അയാളുടെ പേഴ്സണൽ സ്പേസ്. It is directly linked to communicational channels. Thus, it is the dynamic and active concept of human spatial behavior. അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ചാനലും നമ്മുടെ ഡൈനാമിക്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ പേഴ്സണൽ സ്പേസ്. Hall proposes the use of 4 personal zones in social interaction between individuals and a brief description of the zones are. അതായത് ഹാൾ എന്നൊരു വ്യക്തി 4 സ്പേസ് പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരും നമ്മൾ എവിടെ നിർത്തുന്നു, ആ 4 ഏതൊക്കെയാണ്? ഒന്നാമത്തത് ഇന്റിമേറ്റ് ഡിസ്റ്റൻസ് ആണ്. ദ ഇന്റർപേഴ്സണൽ ഡിസ്റ്റൻസ് റേഞ്ച് ഫ്രം 0 to 18. അത് നമ്മൾ വളരെ ക്ലോസ് ആണ്. നമ്മുടെ ഭർത്താവ്, നമ്മുടെ മക്കള്, നമ്മുടെ അച്ഛനമ്മ, നമ്മുടെ സഹോദരങ്ങളൊക്കെ വരുന്ന ഒരു സ്പേസ് ആണ് ഇന്റിമേറ്റ് സ്പേസ്. അതായത് നമ്മളും ആ വ്യക്തിയും തമ്മിൽ 0 മുതൽ 18 ഇഞ്ചിന്റെ വ്യത്യാസം മാത്രമാണ് ഉണ്ടാവുക. At this distance, strong sensory input, സ്മെല്ല്, ബോഡി, ഹീറ്റ്, സൗണ്ട്, ഫീലിംഗ് ഓഫ് ബ്രെത്ത് വരെ നമുക്ക് കിട്ടും. അത്രയുള്ളതാണ് ഇന്റിമേറ്റ് ഡിസ്റ്റൻസ്. ഇന്റിമേറ്റ് ഡിസ്റ്റൻസിൽ നമ്മൾ പെടുത്ത പാരന്റ്സ്, സിബ്ലിങ്സ്, അതുപോലെ തന്നെ പാർട്ട്ണർ, ചിൽഡ്രൻ, ഇവരൊക്കെയാണ് വരാം. ഇനി പേഴ്സണൽ ഡിസ്റ്റൻസ് വരുന്നുണ്ട്. പേഴ്സണൽ ഡിസ്റ്റൻസ് എങ്ങനെയാണ്? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇന്ററാക്ടിംഗ് പാർട്ടീസ് റേഞ്ചസ് ഫ്രം 1.5 to 4 feet. ഒരു 1.5 അടി മുതൽ 4 അടി വരെയാണ് പേഴ്സണൽ ഡിസ്റ്റൻസ്. This distance is used for most interaction between other people, friends, classmates ഒക്കെയാണ് ഈ റേഞ്ചിൽ. ഇനി സോഷ്യൽ ഡിസ്റ്റൻസ് ഉണ്ട്, അതായത് ഒരു സ്ട്രേഞ്ചറോടൊക്കെ കീപ്പ് ചെയ്യുന്നത്. ദിസ് ഡിസ്റ്റൻസ് റേഞ്ച് ഫ്രം 4 to 12 feet and is characterized by Hall as a business distance ആണ്.
The transactions are formal between people who are not well acquainted, usually adhere to the distance. അതായത് അത്ര പരിചയമില്ലാത്തവരാണ് ഈ ഒരു ഡിസ്റ്റൻസ്. നമുക്ക് അത്ര പരിചയമില്ലാത്ത, അതായത് നോട്ട് വെൽ അക്വൈന്റഡ്, നമുക്ക് അത്ര പരിചയമില്ലാത്ത ഒരു സോഷ്യൽ ഡിസ്റ്റൻസിനാണ് വരുന്നത്. ഈ പബ്ലിക് ഡിസ്റ്റൻസ് ഉണ്ട്. ദിസ് ഡിസ്റ്റൻസ് സോൺ എക്സ്റ്റെൻഡ്സ് ബിയോണ്ട് 12 feet. 12 feet അപ്പുറത്തേക്കാണ്. ആൻഡ് യൂഷ്വലി ദിസ് ഇസ് മെയിൻറ്റെയിൻഡ് ബിറ്റ്വീൻ ദ സ്പീക്കേഴ്സ് ആൻഡ് പബ്ലിക്. അത് പബ്ലിക്കും സ്പീക്കേഴ്സും, ഞാനൊരു സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഞാനും പബ്ലിക്കും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് പബ്ലിക് ഡിസ്റ്റൻസ്. അപ്പൊ 4 ഡിസ്റ്റൻസ് ആണ് പേഴ്സണൽ സോൺ ആയിട്ട് ഹാള് പ്രപ്പോസ് ചെയ്തത്. ഇന്റിമേറ്റ് ഡിസ്റ്റൻസ്, പേഴ്സണൽ ഡിസ്റ്റൻസ്, സോഷ്യൽ ഡിസ്റ്റൻസ്, പബ്ലിക് ഡിസ്റ്റൻസ്. ഓക്കെ ആണോ? പറഞ്ഞേ. ഇനി അടുത്തതാണ് മെഷർമെന്റ് ടെക്നിക്സ് ഓഫ് പേഴ്സണൽ space. Although there are various way and techniques that can be used to study and measure personal space. Personal space measure ചെയ്യാൻ ഒത്തിരി സ്റ്റഡീസും വിദ്യകളും ഒക്കെ ഉണ്ടെങ്കിലും, but there are a few that are most widely known. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കുറച്ചെണ്ണമാണ്. അത് ഏതൊക്കെയാണെന്നാണ് നോക്കാം. There are 3 general methods listed by Altman. Altman കണ്ടെത്തിയ പേഴ്സണൽ സ്പേസ് അളക്കാനുള്ള 3 മെത്തേഡ് ആണ്. സിമുലേഷൻ മെത്തേഡ് ഉണ്ട്, ലബോറട്ടറി മെത്തേഡ് ഉണ്ട്, ഫീൽഡ് നാച്ചുറലിസ്റ്റിക് ഓർ ഒബ്സർവേഷൻ മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് സിമുലേഷൻ. It is a method where hypotheses are tested for the observed problem and corrective measures can be experimented with before they are implemented in the real science. അതായത് ഒരു പ്രോബ്ലം നമ്മൾ എന്താക്കാണ്, ആദ്യം എക്സ്പെരിമെന്റലി ലെവലില്, അതായത് പബ്ലിക്കിലേക്ക് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ഒന്ന് കണ്ടെത്തിയിട്ട് പിന്നെ കൊടുക്കാം. അതിനെയാണ് നമ്മൾ സിമുലേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് റിയൽ സെറ്റിംഗിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുന്നേ എക്സ്പെരിമെന്റൽ സെറ്റിംഗിൽ അതൊന്ന് ചെയ്ത് നോക്കാം. അതായത് ഏതെങ്കിലും പേഴ്സണൽ സ്പേസിൽ എക്സ്പെരിമെന്റ് ഒരു ലബോറട്ടറിയിൽ ചെയ്ത ശേഷം അത് ഷോപ്പിംഗ് മാളിലേക്ക് ഇടാം. It was developed by Koch in their study on social skills. Participants were asked to place സ്റ്റഡി ഒന്നും വേണ്ട, ഇത്രയും മതി കേട്ടോ. അതായത് സിമുലേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരു വട്ടം ചെയ്ത് നോക്കുകയാണ് എക്സ്പെരിമെന്റ് ഇവിടെ ഒരു ലബോറട്ടറി സെറ്റിംഗ്സിൽ, എന്നിട്ടാണ് അത് റിയൽ സെറ്റിംഗിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതിനെയാണ് സിമുലേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ലബോറട്ടറി മെത്തേഡ് ഉണ്ട്. ദിസ് ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് യൂസ്ഡ് മെത്തേഡ് ടു മെഷർ personal space. Personal space measure ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ലബോറട്ടറി മെത്തേഡ് ആണ്. ആൻഡ് ദ പ്രോസസ് മോസ്റ്റ് യൂസ്ഡ് ഇസ് ദ സ്റ്റോപ്പ് ഡിസ്റ്റൻസ് പ്രൊസീജിയർ ആണ്. ദ പാർട്ടിസിപ്പൻസ് ആർ ആസ്ക്ഡ് ടു അപ്രോച്ച് അറ്റ് എ പോയിന്റ് വേർ ദേ ഫീൽ ഡിസ്കംഫർട്ട്. അതായത് ലബോറട്ടറിയിൽ വെച്ചിട്ട് പിന്നെ എവിടെ എത്തുമ്പോഴാണ് ഡിസ്കംഫർട്ട് ആവുന്നതെന്ന് നോക്കുക. അതായത് ഓരോരോ വ്യക്തിയെ, സ്ട്രേഞ്ചർ ഉണ്ടാവും, നമ്മളെ അടുത്തറിയുന്ന, അപ്പൊ ഓരോ വ്യക്തികളെയും ലബോറട്ടറിയിൽ കൊണ്ടുപോയി എന്റെ അടുത്ത് എവിടെ എത്തുമ്പോഴാണ് ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നത്, എന്നിട്ട് അത് മെഷർ ചെയ്യുന്നു. അതാണ് ലബോറട്ടറി ടെക്നിക് എന്ന് പറയുന്നത്. പിന്നെ ഫീൽഡ് നാച്ചുറലിസ്റ്റിക് ഉണ്ട്. നമ്മൾ ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പോയിട്ട് അവരറിയാതെ അവരെ എത്ര ഡിസ്റ്റൻസിലാണ് നമ്മൾ ഡിസ്കംഫർട്ട് ആവുന്നത്, നമ്മൾ ചുമ്മാ ഒബ്സർവ് ചെയ്യാണ്. This is a naturalistic method involved the unobtrusive observation of participants in actual interaction. അവർ ആക്ച്വലി ഇന്ററാക്ട് ചെയ്യുന്നിട്ട് നമ്മൾ ഒരു രീതിയിലുള്ള നമ്മുടെ ബൈ ഗിഫോർഡ് ആണ് കണ്ടെത്തിയത്. അപ്പം പേഴ്സണൽ സ്പേസിനെ പറ്റിയിട്ട് പഠിക്കാൻ 3 രീതി മെത്തേഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഒന്ന് സിമുലേഷൻ മെത്തേഡ് ആണ്, രണ്ടാമത്തെ ലബോറട്ടറി മെത്തേഡ് ആണ്, മൂന്നാമത്തത് ഫീൽഡ് നാച്ചുറലിസ്റ്റിക് അല്ലെങ്കിൽ ഒബ്സർവേഷൻ മെത്തേഡ് ആണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? പിന്നെ സ്റ്റഡീസ് ഓൺ പേഴ്സണൽ സ്പേസ് ആണ്. The major review on personal space is divided into 3 categories ആണ്. Studies on personal factor ഉണ്ട്, studies on cultural factor and influence ഉണ്ട്, അതുപോലെ applications studies on situational factors. 3 സ്റ്റഡീസ് ആണ്. സ്റ്റഡീസ് ഓൺ പേഴ്സണൽ ഫാക്ടർ എന്നാണ്. ഭട്ടാചാര്യ ആൻഡ് ഘോഷ് ഓഫ് ദ യൂണിവേഴ്സിറ്റി ഓഫ് കാൽക്കട്ട conducted a study to assess the requirement of personal space by people between age 21 to 30 years. 21 to 30 വയസ്സിനും ഇടയിലുള്ള ആളുകൾക്ക് ഇടപഴകുമ്പോൾ ബുദ്ധിമുട്ടിലെ പേഴ്സണൽ സ്പേസിനെ കണ്ടെത്താൻ ഭട്ടാചാര്യയും ഘോഷും 2014 ഈ സ്റ്റഡി ചെയ്തിട്ടുള്ളത്. കൺസിഡറിംഗ് ദ ജെൻഡർ ഡിഫറൻസ് ആൻഡ് ഇന്ററാക്ഷൻ വിത്ത് ദ സെയിം ആൻഡ് ഓപ്പോസിറ്റ് സെക്സ്. സെയിം സെക്സിനോടാണോ, അതായത് ഒരേ ലിംഗം, പെണ്ണിനോടാണോ ആണിനോടാണോ അതോ ഓപ്പോസിറ്റിനോടാണോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് സ്റ്റഡീസ് ഓൺ പേഴ്സണൽ ഫാക്ടർ നടന്നിരിക്കുന്നത്.
It was found that personal space varies with the difference of gender considered in the context of interaction. അതായത് കോണ്ടെക്സ്റ്റ് അനുസരിച്ച് മാറും. അതായത് ഒരു ഡി ജെ ക്ലബിലാണെങ്കിൽ ആണും പെണ്ണും ഒരുമിച്ചാകുമ്പോൾ അവിടെ പ്രശ്നമില്ല. നേരെ മറിച്ച് അതൊരു ആരാധനാലയവും ആണൊരു സൈഡിലും പെണ്ണൊരു സൈഡിലും വേണ്ടി വരും. അതായത് സ്റ്റഡീസ് ഓൺ പേഴ്സണൽ ഫാക്ടറിൽ ആൺ പെൺ വ്യത്യാസമാണ് നോക്കിയിട്ടുള്ളത്. അവിടെ മനസ്സിലാക്കിയ കാര്യം എന്താണ്? കോണ്ടെക്സ്റ്റ് മാറുന്നതിനനുസരിച്ച് ഇന്ററാക്ഷന്റെ ലെവല് മാറും. In studies on cultural factor ആണെങ്കിൽ Hall pointed out that space utilization varies across culture and is directed towards supporting spatial zones. അതായത് സ്പേസ് യൂട്ടിലൈസേഷൻ കൾച്ചറുകൾ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഹാൾ കണ്ടെത്തി. The research of Hall provides a comprehensive descriptive analysis of various cultural factors in the use of space in perspective of culture. കൾച്ചർ അനുസരിച്ച് സ്പേസിന്റെ യൂട്ടിലൈസേഷനും ആളുകൾ തമ്മിൽ ഒരുമിച്ചിരിക്കുന്ന ഒക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. മൂന്നാമത്തത് സിറ്റുവേഷണൽ ഫാക്ടർ ആണ് അല്ലെ. ഇപ്പൊ നമ്മൾ ചിലപ്പം ഒരു കല്യാണ വീട്ടിൽ അവിടെ എവിടെയെങ്കിലും പോയാൽ ചിലപ്പോൾ ഒരു ആളുടെ അടുത്ത് പോയി നമ്മൾ ഇരിക്കുന്നത് വരില്ല. നേരെ മറിച്ച് ഒരു ബസ്സിലോ ട്രെയിനിലാണെങ്കിൽ നമ്മൾ ചിലപ്പം ഇരുന്നത് വരും. സിറ്റുവേഷൻ അനുസരിക്കുമ്പോഴും മാറ്റങ്ങൾ വരുന്നുണ്ട്. Many factors on personal space resolve around social aspect than the characteristic of physical setting. Physical settings എല്ലാം അവിടെ social aspects ആണ്. It has been found when the attraction between individuals is strong and friendly, the personal space can be reduced, whereas when the bond is weak and unfriendly, space seems to be expanded. സ്ട്രോങ് ആയിട്ടുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ അട്രാക്ഷൻ നന്നായിട്ട് നടക്കും. നേരെ മറിച്ച് അൺഫ്രണ്ട്ലി ആണെങ്കിൽ അതായത് സിറ്റുവേഷൻ, അതായത് സൊസൈറ്റിക്ക് അനുസരിച്ചിരിക്കും നമ്മുടെ പേഴ്സണൽ സ്പേസിൽ വ്യത്യാസം വരാം. അപ്പൊ പറഞ്ഞു വന്നത് സ്റ്റഡീസ് ഓൺ പേഴ്സണൽ സ്പേസ് ആണ്. അവിടെ പേഴ്സണൽ ഫാക്ടറിലുള്ള സ്റ്റഡീസ് ആണ് വ്യത്യാസമുണ്ട്, കൾച്ചറും ഉണ്ട് ആൻഡ് സിറ്റുവേഷൻ. ഈ 3 ഫാക്ടേഴ്സിലാണ് സ്റ്റഡി നടന്നിട്ടുള്ളത്. അപ്പൊ പേഴ്സണൽ സ്പേസ് 10 മാർക്കിന് ചോദിച്ചാൽ പേഴ്സണൽ സ്പേസ് എന്താണെന്നുള്ള ഇൻട്രൊഡക്ഷൻ എഴുതി വെക്കുക, 4 പേഴ്സണൽ സോൺസ് എഴുതി വെക്കുക. എന്തൊക്കെ മെത്തേഡാണ്? 3 മെത്തേഡാണ്. സിമുലേഷൻ മെത്തേഡ്, ലബോറട്ടറി മെത്തേഡ് ഉണ്ട്, ഫീൽഡ് നാച്ചുറലിസ്റ്റിക് മെത്തേഡ് ഉണ്ട്, പിന്നെ സ്റ്റഡീസ് ജസ്റ്റ് മെൻഷൻ ചെയ്താൽ മതി. 10 മാർക്ക് ഷുവർ ആണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഇനി അടുത്തത് ഏത് ക്വസ്റ്റ്യൻ ആണ് നോക്കട്ടെ. വേ ഫൈൻഡിങ് നോക്കാം. വേ ഫൈൻഡിങ് കൂടെ പറഞ്ഞുതരാട്ടോ. വേ ഫൈൻഡിങ്, വഴി കണ്ടെത്തുക. Wayfinding is an application of cognitive mapping and spatial cognition. ഒരു കോഗ്നിറ്റീവ് മാപ്പിംഗ്, സ്പേഷ്യൽ റെക്കഗ്നിഷൻ ആണ്. കോഗ്നിറ്റീവ് മാപ്പിംഗ് തന്നെയാണ്. ഇപ്പൊ എന്നോട് എന്റെ വീട് എവിടെ എന്ന് വെച്ചാൽ എനിക്ക് ഒരു സ്വിഗ്ഗിക്കാരൻ വിളിച്ച് എന്റെ വീട് എവിടെ ചോദിച്ചാൽ ഞാൻ പറയും കോളിയോട്ടത്തായാണ്, ഓഷ്യൻ പമ്പിന്റെ ഓപ്പോസിറ്റ് സൈഡ് കുറച്ചൊരു മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞാല് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വെളുത്ത നിറത്തിലുള്ള വീടാണ്. ഞാൻ അടയാളം പറഞ്ഞത് ഗ്ലാസ് ഇട്ട വീടാണ്. പിന്നെന്താണ്, മെയിൻ റോഡ് തന്നെയാണെങ്കിൽ ഒരു വഴി കടന്ന് വേണം വീട്ടിലേക്ക് വരാൻ കേട്ടോ. ഞാൻ അതിനിടയ്ക്കൊന്ന് ആലോചിച്ചു ഏതാണെന്നറിയോ, ഏത് സൈഡാണ്, എന്റെ കൈ വെച്ചിട്ടാണ് ആലോചിച്ചത്. ഇതാണ് കോഗ്നിറ്റീവ്. നിങ്ങളുടെ വീട് എവിടെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പഞ്ചസാര പാത്രം എവിടെ ഇരിക്കുന്നു വെച്ചാൽ നിങ്ങൾ കറക്റ്റ് പറയും ഇവിടെ എണീറ്റ് പോയി അടുക്കളയിലേക്ക്, അങ്ങനെ. അത് കോഗ്നിറ്റീവ് മാപ്പിംഗ് ആണ്. അപ്പൊ കോഗ്നിറ്റീവ് മാപ്പിംഗ് മീൻസ് സ്പേഷ്യൽ കോഗ്നിഷൻ. സ്പേസ് എവിടെയാ വെച്ചപ്പോ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എവിടെയാ വെച്ചിരിക്കുന്നത് ചോദിച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് പറയും സ്പേഷ്യൽ കോഗ്നിഷൻ ആണ്. അതായത് അവിടെ എവിടെയാ വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സോക്സ് എവിടെ ഇരിക്കുന്നത് പറഞ്ഞുതരാൻ പറ്റും. ഇതാണ് കോഗ്നിറ്റീവ് മാപ്പിംഗും സ്പേഷ്യൽ കോഗ്നിഷനും. അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ശരിക്കും വേ ഫൈൻഡിങ് എന്ന് പറയുന്നത്, വഴി കണ്ടെത്തുക. According to Passini, wayfinding includes all the mental processes which are involved in purposeful mobility. കേട്ടോ, അവിടെ എന്താണ് purposeful mobilityയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും. Wayfinding includes all mental processes which are involved in purposeful mobility. എന്താണ് purposeful mobility? എനിക്ക് ഒരു പഞ്ചസാര വേണം ചായയിലിടാൻ, അപ്പൊ അത് പേർപ്പസ്ഫുൾ ആയി ഞാൻ നടക്കുകയാണ്, മൊബിലിറ്റി ആണ്, അതായത് എന്താണ്, ചലിക്കുകയാണ്. അപ്പൊ ഒരു പേർപ്പസ്ഫുൾ ചലിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു മെന്റൽ പ്രോസസ് ആണ് ശരിക്കും വേ ഫൈൻഡിങ്. ഇറ്റ് ഇൻവോൾവ്സ് മൂവിങ് ഇന്റൻഷനലി ഫ്രം എ പോയിന്റ് എ ടു ബി. കേട്ടോ, എന്താണ്, നമ്മുടെ അറിവോട് കൂടി എന്റെ റൂമിൽ നിന്ന് അടുക്കള വരെ, പോയിന്റ് എ ആണ് എന്റെ റൂം, പോയിന്റ് ബി അടുക്കള വരെ
knowing when one has reached one's destination. അയാൾക്ക് തിരിച്ചറിയാൻ പറ്റും വളരെത്തി and also being able to retrace one's way back to point. അടുക്കളയിൽ നേരെ തിരിച്ച് എന്റെ റൂമിലേക്ക് തന്നെ വരാൻ പറ്റും. അതാണ് വേ ഫൈൻഡിങ് എന്ന്. എന്ന് ബിയിലേക്ക് ചാപ്റ്റർ ഐ ഗസ് 4th ചാപ്റ്ററിലാണ് വേ ഫൈൻഡിങ് വരുന്നത്. യെസ്, 4th ചാപ്റ്റർ ആണ് വേ ഫൈൻഡിങ് വരുന്നത് കേട്ടോ. Although wayfinding and navigation are used interchangeably, they are not the same. Wayfinding ഉം നാവിഗേഷനും ഒരേ പദമായിട്ട് ഉപയോഗിക്കാറുണ്ട്, രണ്ടിനെ അർത്ഥമൊന്നല്ല. Navigation of a Google map, for example, involves updating the actor's location and rate to travel. അവിടെ റേറ്റ് ഇത്ര സമയം കൊണ്ട് അവിടെ എത്തും, ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, അവിടേക്ക് എത്രയാണ് എത്താന്നുള്ളതാണ് നാവിഗേഷൻ കാണിക്കുന്നത്. Depending upon whether one is walking, cycling, using a 2-wheeler or a 4-wheeler. നമ്മൾ ഗൂഗിൾ മാപ്പിൽ കാണുന്നത് നാവിഗേഷൻ ആണ്. As the actor moves along a path towards a destination, നമ്മൾ ആ പാതയിലൂടെ പോയിരിക്കുമ്പോൾ എത്ര ദൂരമുണ്ട്, എത്ര മണി എടുക്കും അവിടെ എത്താന്നൊക്കെ കാണിക്കുന്നത് നാവിഗേഷൻ. നേരെ മറിച്ച് എനിക്ക് അടുക്കളയിൽ പോയിട്ട് പഞ്ചസാര പാത്രം എടുത്തിട്ട് അത് ചായയിലിടണം, തിരിച്ചു വരണം, അത് എന്റെ കോഗ്നിഷൻ വെച്ച് ഞാൻ പോകുന്നു, തിരിച്ചു വരുന്നു. അതാണ് എന്താ വേ ഫൈൻഡിങ് എന്ന് പറയും. ഓക്കെ ആണോ? ഓക്കെ ആണോ? Characteristics of wayfinding ആണ്. Wayfinding is an interdisciplinary area where cognitive psychology, graphic design, landscape, architecture, urban planning, organizational behavior, and many other fields converge and have contributed since the inception of the discipline. അതായത് വേ ഫൈൻഡിങ് എന്നത് ഇന്റർ ഡിസിപ്ലിൻ ആണ്. അതായത് ഒറ്റ ഡിസിപ്ലിൻ അല്ല, ഒരുപാട് ഡിസിപ്ലിൻ ഉണ്ട്. കോഗ്നിറ്റീവ് സൈക്കോളജി ഉണ്ട്, ഗ്രാഫിക് ഡിസൈന്, ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചർ, അർബൻ പ്ലാനിങ്, ഓർഗനൈസേഷണൽ ബിഹേവിയർ ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു ഇന്റർ ഡിസിപ്ലിനറി ഏരിയ ആണ് വേ ഫൈൻഡിങ്. Behavioral elements involved in wayfinding that are of interest of environmental psychologists include skills, experience, attitude of people, as well as perceptual and cognitive process. കണ്ടോ, ബിഹേവിയറൽ എലമെന്റ്സ് wayfindingലുള്ള ബിഹേവിയറൽ എലമെന്റ്സ് ഇതാണ്. സ്കിൽ ഉണ്ട്, എക്സ്പീരിയൻസ് ഇല്ലേ, ദിവസവും പഞ്ചസാര പാത്രം എടുത്തോളൂ, എക്സ്പീരിയൻസ് ഉണ്ട്, ഏത് വഴിയാണ് കൃത്യം അറിയാം. ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, അഭിരുചി, അതുപോലെ പെർസെപ്ഷൻ, കോഗ്നിറ്റീവ് പ്രോസസ് ഒക്കെ അതിൽ അടങ്ങിയിട്ടുണ്ട്. Behavioral skills relevant for wayfinding may be ability to read, follow signs, long-term and working memory, asking for direction, reading maps, forming a coherent sense of spatial layout, etc. ഇനി ഒരു വഴി കണ്ടെത്താൻ നമുക്ക് വേണ്ട സ്കിൽ എന്താണ്? വായിക്കാനുള്ള സ്കില്ല് വേണം. സയൻസ്, ഇവിടെ സ്കൂളുണ്ട് അല്ലെങ്കിൽ ഇതിവിടെ ഹോൺ അടിക്കുന്നത്, അങ്ങനെ സയൻസ് തിരിച്ചറിയാനുള്ള കഴിവ് വേണം. ലോങ് ടേം ആൻഡ് വർക്കിംഗ് മെമ്മറി ഉണ്ടായിരിക്കണം, കുറച്ച് ഓർമ്മശക്തി വേണം. ഡയറക്ഷൻസ് ചോദിക്കുമ്പോൾ ചേട്ടാ ആ ഷോപ്പ് എവിടെയാ എന്ന് ചോദിക്കാൻ ഡയറക്ഷൻസ് ചോദിക്കാനുള്ള കഴിവ് വേണം. മാപ്പ് റീഡ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ സ്പേഷ്യൽ ലേഔട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം, ഇതിലേ പോണോ അതിലേ പോണോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റണം. ഇത്തരത്തിലുള്ള സ്കില്ലൊക്കെ വേണം. അപ്പൊ എന്താണ് വേ ഫൈൻഡിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ഒന്ന്, അതൊരു ഇന്റർ ഡിസിപ്ലിനറി, പല ഏരിയാസും അതിൽ ഉൾപ്പെടുന്നുണ്ട്. രണ്ടാമത്തെ എന്താണ്, കുറച്ച് സ്കില്ല്, ആപ്റ്റിറ്റ്യൂഡ്, എക്സ്പീരിയൻസ് ഒക്കെ അതിന് ആവശ്യമാണ്. എന്തൊക്കെ സ്കില്ലാണ് വേണ്ടത്? വായിക്കാനും എഴുതാനും സയൻസ് ഫോളോ ചെയ്യാനും ലോങ് ടേം ഷോർട്ട് ടേം മെമ്മറിയും എല്ലാം ആവശ്യമാണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? വെരി ഗുഡ്. ഇനി അടുത്ത നോക്കിക്കേ, എക്യുപ്മെന്റ്സ് യൂസ്ഡ് ഇൻ വേ ഫൈൻഡിങ്സ്. വേ ഫൈൻഡിങ്സിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ്? മാപ്സ് ഉണ്ട്. Despite advances in technology, paper maps continue to be popular method of wayfinding. നമ്മൾ പുറം രാജ്യത്തൊക്കെ പോയി ഇപ്പോഴും മാപ്സ് കിട്ടും. മാപ്സ് ഒരു ഇമ്പോർട്ടന്റ് ആണ് വഴി കണ്ടെത്താൻ. It is not uncommon for traveler to get a hold of city maps in order to navigate cities they are visiting. City map travelers use ചെയ്യാറുണ്ട്. However, with advance in digital visualization techniques, online maps have also become extremely popular in everyday wayfinding. ഇതിനൊപ്പം തന്നെ ഓൺലൈൻ ആയിട്ട് നമുക്ക് wayfinding മാപ്സ് കിട്ടാണ്ട് അതും പോപ്പുലർ ആയിട്ട്, അതായത് ഡിജിറ്റൽ അല്ലാത്ത സാധാ മാപ്പും ഡിജിറ്റൽ മാപ്പും യൂസ് ചെയ്യാറുണ്ട്. ഓൺലൈൻ മാപ്പ് allow the map makers and the map reader to interact with the map actively and deal with a large amount of data. ഓൺലൈൻ മാപ്പ് നമ്മൾ എവിടെ നിൽക്കുന്നത്, എത്ര ദൂരം പോകാണ്ട്, എങ്ങോട്ടാണ്, അതൊക്കെ കറക്റ്റ് കാണിച്ചു തരും. ഓഫ്ലൈൻ മാപ്പിന് അത് പറ്റില്ല. ഓൺലൈൻ മാപ്പ് നമ്മൾ നിൽക്കുന്നതും ഇനി എങ്ങോട്ട് പോകണം നമുക്ക് കൃത്യമായി വഴി തെറ്റിയാലും ഓൺലൈൻ മാപ്പിന് പറഞ്ഞുതരാൻ പറ്റും. മാപ്പ് ഒരു വേ ഫൈൻഡിങ്ങിന്റെ എക്യുപ്മെന്റ്. പിന്നെ സ്മാർട്ട് ഫോൺ are probably the most popular wayfinding equipment used in everyday life these days. എനിക്ക് ചിരി വരുന്നത് അറിയാം, ഗൂഗിൾ മാപ്പ് വഴി തെറ്റിക്കാത്ത ആരെങ്കിലും ഉണ്ടോ?
ഉണ്ടോ എനിക്കറിയില്ല. എന്നെ ഒത്തിരി വട്ട വഴിയാക്കിച്ചിട്ടുണ്ട്. ഞാന് ഏതോ ഒരു കഫേയിലേക്ക് പോയിട്ട് ബൈപ്പാസിലുണ്ട് ഒരു മതിന്റെ മുന്നിൽ, എന്നിട്ട് ഗൂഗിൾ അമ്മച്ചി എന്നോട് പറയാ യുവർ ഡെസ്റ്റിനേഷൻ ഹാബിറ്റ് പേജ്. ഞാൻ ഏത് ഈ മതില. അങ്ങനെ ഇടക്ക് ഗൂഗിൾ മാപ്പ്, നിങ്ങൾക്ക് ആരെങ്കിലും ഗൂഗിൾ മാപ്പ് പണി തന്നിട്ടുണ്ടാ? എനിക്ക് ഇടക്കൊക്കെ പണി ഇട്ടാറുണ്ട്. അപ്പൊ ഇപ്പം ഈ അടുത്ത കാലത്ത് എനിക്കൊന്ന് 1 month മുന്നേ നമ്മുടെ സ്റ്റാഫിന്റെ കല്യാണത്തിന് നമ്മൾ ബ്രൈറ്റ് ടു ബി കൊടുത്ത ഒരു കഫേക്ക് ഞാൻ ടൈപ്പ് ചെയ്തു. എന്നിട്ട് ബൈപ്പാസിൽ കൊണ്ടിട്ട് ഒരു മതിലുണ്ടാവില്ലേ, കല്ല് വെച്ച മതിലിന് നടക്കുന്നത് യുവർ ഡെസ്റ്റിനേഷൻ എവിടെ. ഞാൻ ചുറ്റും നോക്കാം, അവിടുന്ന് 6 kilometer ഇപ്പുറത്തായിരുന്നു ശരിക്കും ആ കഫേ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഏതാണ്? സ്മാർട്ട് ഫോൺ ആണ്. സ്മാർട്ട് ഫോൺ എനേബിൾ GPS ട്രാക്കിംഗ് ഓഫ് 3D street views virtually and are also accompanied by rating of different destinations by previous visitors. Smartphones may nudge the user to visit specific places by picking up information about past experience. Past experience വെച്ചിട്ടൊക്കെ എവിടെ എത്തി, എങ്ങനെ എത്തണം, എങ്ങനെ പോകണം, എത്ര നേരത്തെ എത്താം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എന്താ മനസ്സിലാക്കാനൊക്കെ നമ്മൾ എന്തും ഹെൽപ്പ് ചെയ്യാറുണ്ട്. സ്മാർട്ട് ഫോൺസ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. All of these are helpful in making wayfinding decision. Wayfinding decision എടുക്കാൻ ഇതൊക്കെ നമ്മളെ ഉപകാരപ്പെടാറുണ്ട്. It may not be uncommon, for example, for your voice guide smartphone to suddenly say Bhai temple within the next 100 meters. Like turn around next 30 meters എന്നൊക്കെ പറയാറുണ്ട്. സ്മാർട്ട് ഫോൺസ് വേ ഫൈൻഡിങ്ങിന് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. ഇനി സ്മാർട്ട് എൻവയോൺമെന്റ് ഉണ്ട്. ഒബ്ജക്ട്സ് ഇൻ എൻവയോൺമെന്റ് ലൈക്ക് സൈൻ, ആർട്ട് പീസ്, ഹോർഡിങ് എക്സെട്ര അല്ലെ. ചില സ്ഥലമൊക്കെ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മയിൽക്കുറ്റികളൊക്കെ കണ്ടാൽ ഇനി എത്ര ദൂരം ഉണ്ട്, ഇനി എവിടെ എത്തി, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാറുണ്ട്. അവിടെ അതാണ് സ്മാർട്ട് എൻവയോൺമെന്റ്. എക്സെട്ര ആർ ഫിറ്റഡ് വിത്ത് സോഫ്റ്റ്വെയർ പ്രോസസ് വിച്ച് ആർ നോട്ട് വിസിബിൾ ടു ദ നേക്കഡ് ഐസ് അൺലെസ് കെയർഫുള്ളി ഒബ്സർവ്. ഇതല്ല കേട്ടോ പറയുന്നത്. സ്മാർട്ട് എൻവയോൺമെന്റ് നമ്മൾ കെയർഫുള്ളി ഒബ്സർവ് ചെയ്താൽ മാത്രം കാണാൻ പറ്റുന്ന സയൻസും ആർട്ട് പീസസും ഹോർഡിങ്ങും ആണ്. ദീസ് പ്രോസസ്സസ് ആർ യൂസ്ഡ് ടു ക്യാപ്ചർ ദ പൊസിഷനിങ് ഇൻഫർമേഷൻ ഓഫ് പീപ്പിൾ ഇൻ എൻവയോൺമെന്റ്. എവിടെ എത്തി എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സ്മാർട്ട് എൻവയോൺമെന്റും നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇനി ഡൈനാമിക് ട്രാഫിക് ഇൻഫർമേഷൻ സർവീസസ് ഉണ്ട്. ഇറ്റ് മേക്ക് യൂസ് ഓഫ് അഡ്വാൻസ്ഡ് സെൻസിംഗ് ടെക്നോളജി യൂസ് വിച്ച് വെഹിക്കിൾ ഡെൻസിറ്റി ഓൺ റോഡ് അറ്റ് എനി പെർട്ടിക്കുലർ ടൈം ക്യാൻ ബി ഡിറ്റക്റ്റഡ്. അതായത് വെഹിക്കിൾ ഡെൻസിറ്റി നമ്മൾ ഗൂഗിൾ മാപ്പിൽ കാണാറുണ്ട് എവിടെയാണ് ട്രാഫിക് കൂടുതൽ ഉള്ളത് എന്നൊക്കെ. Vehicle traffic at slow or high speed may be identified to predict the number of vehicles which may be present at any place at any given time. അതായത് ഒരു നിശ്ചിത സമയത്ത് നിശ്ചിത സ്ഥലത്ത് എത്ര വാഹനങ്ങൾ സ്പീഡ് പോകണം, പതുക്കെ പോകണം, ട്രാഫിക് ബ്ലോക്ക് ഉണ്ടോ എന്നൊക്കെ കണ്ടെത്താൻ ഈ ഡൈനാമിക് ട്രാഫിക് ഇൻഫർമേഷൻ സർവീസ് അഗൈൻ അത് ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആട്ടോ. All helping in recording traffic flow, identifying possible road congestion, etc. അവിടെ GPS സ്മാർട്ട് ഫോൺസും മൊബൈൽ ആപ്സും ഗൂഗിൾ മാപ്സും ഒക്കെ ഈ ഡൈനാമിക് ട്രാഫിക് ഇൻഫർമേഷൻ ആയിട്ട് വർക്ക് ചെയ്യും. അടുത്തത് പെഡസ്ട്രിയൻ നാവിഗേഷൻ. പെഡസ്ട്രിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാൽനടക്കാണ്. അതാണ് പെഡസ്ട്രിയൻ നാവിഗേഷൻ ആപ്ലിക്കേഷനും വെഹിക്കിൾ നാവിഗേഷൻ സിസ്റ്റവും ഉണ്ട്. ദീസ് ആർ മെയിൻലി GPS enabled മൊബൈൽ ഡിവൈസസ് ആണ് യൂസ്ഡ് ഇൻ ഔട്ട്ഡോർ എൻവയോൺമെന്റ്. Pedestrian navigation applications facilitate wayfinding by providing assistance in space recognition, self-localization. Self-localization ഞാൻ എവിടെ നിൽക്കുന്നു, ഞാൻ എവിടെ ലൊക്കേറ്റ് ചെയ്തു ഇതൊക്കെ കണ്ടെത്താൻ പെഡസ്ട്രിയൻ നാവിഗേഷൻ ആപ്ലിക്കേഷൻ സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ വെഹിക്കിൾ നാവിഗേഷനും. ഇതെന്താണ്? GPS എനേബിൾ ആയിട്ടുള്ള മൊബൈൽ ഡിവൈസസ് ആണ് എന്ത് PNAയും PNS. ഇനി ഒബ്സ്റ്റിക്യൂസ് കമ്പ്യൂട്ടിംഗ് ഉണ്ട്. Promotes real-time context awareness facilitated by the presence of computers in larger radius of space. It facilitates human activities by way of automatic identification of real-world object, place and situation using digital codes. അവിടെ ഡിജിറ്റൽ കോഡ് ഉപയോഗിച്ചിട്ട് ഹ്യൂമൻ ആക്ടിവിറ്റീനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യും. ഓടുകയാണ്, നടക്കുകയാണ്, അങ്ങനെ ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നതാണ് ഒബിക്വിറ്റസ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അവിടെ ഡൈവേഴ്സ് ആക്ടിവിറ്റീസ് ലൈക്ക് മോണിറ്ററിംഗ് ഓഫ് പെറ്റ്സ്, ഓപ്പറേഷൻ ഓഫ് അപ്ലയൻസസ്, കീപ്പിംഗ് ട്രാക്ക് ഓഫ് ബുക്സ് ആൻഡ് വെഹിക്കിൾസ് മേ ബി ക്യാരിഡ് ഔട്ട് യൂസിങ് ദിസ് മെത്തേഡ്. അപ്പൊ എന്റെ വീട്ടിലുണ്ട് കേട്ടോ, എന്റേതൊരു ക്യാമറ പോലത്തെ സാധനമാണ്. ഇപ്പൊ കുഞ്ഞു കരഞ്ഞാലൊക്കെ ഞങ്ങൾ മക്കളെ റൂമിൽ വെക്കാറുണ്ട്. ഉമ്മ ഇല്ലാത്ത സമയത്ത് മക്കള് കരഞ്ഞാലൊക്കെ ഞങ്ങൾ മൊബൈലിൽ ആയി. അതാണ് ഒബിക്യൂറ്റിസ്. അതായത് പെറ്റ്സിനെ നാവിഗേറ്റ് ചെയ്യാന്, മോണിറ്റർ ചെയ്യാന്,
ഇപ്പൊ ഇതുണ്ട്, വാഷിംഗ് മെഷീനിലൊക്കെ ഉണ്ട്. അതായത് അലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊബൈലിൽ മെസ്സേജ് ചെയ്യാൻ, അതൊക്കെ ഒബിക്യൂറ്റസ് കമ്പ്യൂട്ടിംഗ് ആണ്. In India, CDAC, Hyderabad, Chennai and Bangalore is the implementing agency for the ubiquitous computing program with the support of institutions of academic eminence. അതായത് ഈ ubiquitous computing ഒക്കെ നമുക്ക് വെച്ചിരുന്നത് CDAC, ഹൈദരാബാദ്, ചെന്നൈ, ബാംഗ്ലൂർ ആണ്. അതായത് ഹ്യൂമൻ ആക്ടിവിറ്റീസ് മോണിറ്റർ ചെയ്യാനുള്ള ഒരു സിസ്റ്റം ആണ് ubiquitous computing എന്ന് പറയും. ഓക്കെ, ഇത്രയും മതി കേട്ടോ. അപ്പൊ നമ്മൾ വേ ഫൈൻഡിങ്ങിൽ എഴുതേണ്ട എന്തൊക്കെയാണ്, വേ ഫൈൻഡിങ് എന്താണെന്ന് വിശദമായിട്ട് എഴുതാം. വേണമെങ്കിൽ കോഗ്നിറ്റീവ് മാപ്പിംഗ് എന്താണെന്നും കൂടി വേ ഫൈൻഡിങ്ങിന്റെ കൂട്ടത്തിൽ എഴുതാം. അതിനുശേഷം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേ ഫൈൻഡിങ് 3 എഴുതാം. പിന്നെ നമുക്ക് എഴുതാൻ പറ്റുന്നത് എക്യുപ്മെന്റ്സ് യൂസ്ഡ് ഇൻ വേ ഫൈൻഡിങ് കൂടെ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഇന്ന് ഇത്രയും മതി. നാളെ ഞാൻ പറ്റുകയാണ് നമ്മളെ സ്റ്റുഡൻസിന് ഓരോ ക്ലാസ്സും കൂടെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഫ്രീ ക്ലാസ് ആക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. നമ്മളെ സ്റ്റുഡൻസിന് ഓൾറെഡി നമ്മൾ എടുത്താണ്, എന്നാലും 1-2 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും കൂടി പറഞ്ഞാൽ അപ്പൊ അത് ഫ്രീ ക്ലാസ് ആക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. ഓക്കെ ആണോ? ഒത്തിരി വട്ടം വായിക്കാൻ ശ്രമിക്കുക. കാരണം ഒരു ഇത്തിരി എന്നെ സംബന്ധിച്ച് ഞാൻ നിങ്ങളെ പേടിപ്പിക്കല്ല, എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സബ്ജക്ട്, പറഞ്ഞു ഫലിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള സബ്ജക്ട് തോന്നിയിട്ടുള്ളത് എൻവയോൺമെന്റൽ സൈക്കോളജിയാണ്. അതായത് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയറിലും വെച്ചിട്ട്. പക്ഷെ ഇപ്രാവശ്യം മുതൽ നമ്മളെ പുതിയ വരുന്ന ബാച്ചിന് മുതൽ ഞങ്ങൾ കുറച്ചുകൂടി അത് നോട്ടൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പൊ നാളെ രാത്രി നമുക്കൊരു വെബിനാർ ഉണ്ട്. ഗ്രൂപ്പിൽ ഇടാൻ പറ്റുമോ? ഏത് ഇപ്പൊ എടുത്ത ക്ലാസ്, റെക്കോർഡഡ് ക്ലാസ്? ഞാൻ നോക്കാം. നമ്മൾ സാധാരണ ഇത് ആപ്പിലാണ് അവൈലബിൾ ആക്കാറുള്ളത്. പറ്റുകയാണെങ്കിൽ നോക്കാം. ഓക്കെ, മുർഷിദ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡിലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ്. ഇത് സെക്കൻഡ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട കേട്ടോ, കാരണം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്നും വരുന്നില്ല. പാറ്റേൺ നന്നായിട്ട് ഇതിനോ മാറ്റിയിട്ടുണ്ട്. പറ്റുന്നത്ര നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ് നമ്മൾ നോക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ ഹോപ്പ് ദ ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. അടുത്തൊരു സെഷനുമായി നമ്മളെ വീണ്ടും കാണാം. നാളത്തെ ഫ്രീ വെബിനാർ ആരും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോ നാളെ വീണ്ടും കാണാം. അതൊരു സൈനിങ് ഓഫ്. ബൈ, ടേക്ക് കെയർ.